الحمد لله منزل القرآن بأبلغ بيان وأوضح برهان، ونشهد أن لا إله إلا الله وحده لا شريك له الملك وله الحمد يحيي ويميت وهو على كل شيء قدير، ونشهد أن سيدنا محمدا رسول الله. اللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين. أما بعد، فأوصيكم عباد الله ونفسي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. ആദരണീയരായ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, സൃഷ്ടാവും രക്ഷിതാവുമായ കാരുണ്യവാനായ റബ്ബ് തമ്പുരാൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി എല്ലാ ദോഷങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തഖികളായി അങ്ങനെ നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും ശേഷം നിങ്ങളോടും ഉണർത്തുകയാണ്. പരിശുദ്ധ റമദാൻ മാസം അത് അൽഹംദുലില്ലാഹ് വലിയ സന്തോഷവും പ്രതീക്ഷയും നൽകുന്ന ഈമാനിൻ്റെ എല്ലാ വിചാരങ്ങളോടും കൂടി നമ്മൾ സ്വീകരിച്ചിരിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു തആല ജുമാ ദിവസത്തിൻ്റെ പുണ്യം നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. പുണ്യമാസത്തെ അതർഹിക്കുന്ന അതിൻ്റെ എല്ലാ പ്രാധാന്യത്തോടും ധർമ്മബോധത്തോടും കൂടി അതിനെ സ്വീകരിക്കുവാൻ, ആചരിക്കുവാൻ, അനുഷ്ഠിക്കുവാൻ, അങ്ങനെ അല്ലാഹുവിങ്കൽ സ്വീകരിക്കപ്പെടുവാൻ അതിനെല്ലാം റബ്ബ് സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാൻ, എന്തുകൊണ്ട് റമദാൻ മാസത്തിൽ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു? സ്വാഭാവികമായും തോന്നേണ്ടതാണ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതി മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസുംഹു. നോമ്പ് നിർബന്ധമാക്കി എന്ന് പറഞ്ഞപ്പോൾ അത് റമദാൻ മാസത്തിലാണ് എന്ന് വിവരിക്കുകയാണ്. കാരണം മറ്റ് മാസങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഖുർആനിൻ്റെ സമ്പൂർണമായ അർത്ഥത്തിൽ ഉള്ള ആദ്യത്തെ അവതരണമുണ്ടായത് റമദാൻ മാസത്തിലാണ്. നമ്മൾ ഖുർആനിൽ വേറെയും അത് മനസ്സിലാക്കുന്നുണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹ്റിൻ. 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠതയുള്ള ആദരണീയമായ ഒരു രാവിലാണ് ഖുർആൻ അവതരിച്ചിട്ടുള്ളത്. ഇതെല്ലാം ഖുർആനിൻ്റെ ആരംഭത്തിലുള്ള ആദ്യത്തെ സമ്പൂർണമായ രീതിയിലുള്ള അവതരണമാണ്. അവിടെ നിന്ന് പിന്നീട് പല ഘട്ടങ്ങളിലായി ആവശ്യത്തിനനുസരിച്ച് അള്ളാഹുവിൻ്റെ അനുമതി പോലെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകർക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ റമദാൻ മാസം ഖുർആനിൻ്റെ മാസമാണ്. ഖുർആൻ അവതരണത്തിൻ്റെ വാർഷികമാണ് റമദാനിലൂടെ ആഘോഷിക്കുന്നത്. അതുകൊണ്ടാണ് വ്രതമായി തുല്യതയില്ലാത്ത, സമാനതകളില്ലാത്ത അലൈക ബിസ്സിയാം വലാ അദ്ല ലഹു ഔ കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യം അന്വേഷിച്ചുകൊണ്ട് സ്വർഗം നേടാനുള്ള വഴികൾ, കർമ്മങ്ങൾ തേടിക്കൊണ്ട് വന്ന സഹോദരനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ നോമ്പെടുക്കുക, അതുപോലെ വേറെ യാതൊന്നുമില്ല. അങ്ങനെയുള്ള കർമ്മം, മഹത്തായ ആ കർമ്മം ഒരു മാസക്കാലം പൂർണ്ണമായി ആചരിച്ചു കൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തിന്, ആ മഹത്തായ അനുഗ്രഹത്തിന് നന്ദി കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ആ വ്രതാനുഷ്ഠാനമാവട്ടെ എന്തിനു വേണ്ടിയാണ്? വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ അതെല്ലാം പഠിപ്പിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ്സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ തഖ്വയുള്ളവരാവാൻ, നിങ്ങൾ ധർമ്മനിഷ്ഠയുള്ളവരാവാൻ, നന്മ തിന്മകളെക്കുറിച്ചുള്ള വേർതിരിവും തിരിച്ചറിവും
അതിൽ നിന്ന് നന്മയെ സ്വീകരിക്കുവാനും തിന്മയെ ഉപേക്ഷിക്കുവാനും നന്മ ജീവിതത്തിൽ വർദ്ധിക്കുവാനും അങ്ങനെ ധർമ്മനിഷ്ഠയുള്ള തൻ്റെ ഇടവും ബോധവുമുള്ള തഖ്വയുള്ളവരാവാൻ വേണ്ടിയാണ് ഈ കർമ്മം കൽപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞാൽ തീരാത്ത, പഠിച്ചാലും തീരാത്ത മഹത്തായ വചനങ്ങളാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആനിൻ്റെ തുടക്കം സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായം സൂറത്തുൽ ബഖറ. അതിനെക്കുറിച്ച് സാമാന്യമായി മനസ്സിലാക്കാനാണ് നമ്മളോട് ഇന്ന് ഖുത്ബയിലൂടെ നിർദ്ദേശിക്കപ്പെട്ടുള്ളത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലളിതമായൊരു വചനത്തിലൂടെ പറയുന്നത് ഇന്ന അഖ്ദഹ ബറക വതർകഹ ഹസ്റ. ഖുർആനിനെ സ്വീകരിക്കുക, അൽ ബഖറയെ സ്വീകരിക്കുക, അത് പഠിക്കുക എന്നത്, പ്രാവർത്തികമാക്കുക എന്നത് അനുഗ്രഹമാണ്, മുഴുവൻ അനുഗ്രഹമാണ്. അത് നിനക്ക് നഷ്ടപ്പെട്ടാലോ ഏറ്റവും വലിയ നഷ്ടവും കഷ്ടവുമാണ് അൽ ബഖറ നിനക്കറിയാതെ പോവുക എന്നത്. ഒരുപാട് ആശയങ്ങൾ, ഇസ്ലാമിൻ്റെ ഒരുപാട് വിശ്വാസത്തിൻ്റെയും കർമ്മത്തിൻ്റെയും സ്വഭാവത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ സന്ദേശങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതാണ് സൂറത്തുൽ ബഖറ. അതിൽ നമുക്കറിയാം ധാരാളമായി നമ്മൾ ഓതിപ്പോയിട്ടുള്ള വചനങ്ങൾ. അതിൽ ആയത്തുൽ കുർസി എന്ന ഒരു പ്രത്യേക വചനമുണ്ട്. ആയത്ത് 255 വചനം. അത് പ്രാർത്ഥനയാണ്. അത് ഏറ്റവും ഉന്നതമായ വചനമാണ്, ഏറ്റവും ശ്രേഷ്ഠതയുള്ള, അതുകൊണ്ട് തന്നെ മഹത്തായ പുണ്യമുള്ള വചനമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൻ തഖറഅ ബിഹർഫിൻ മിൻഹുമാ ഇല്ലാ ഉഅ്തിതഹു. സൂറത്തുൽ ആയത്തുൽ കുർസി ഏറ്റവും ശ്രേഷ്ഠമായ അള്ളാഹുവിൻ്റെ ഉന്നത നാമങ്ങളും ഗുണവിശേഷങ്ങളും പറയുന്ന, അവന് വാഴ്ത്തുന്ന, മഹത്വപ്പെടുത്തുന്ന വചനം. അതുപോലെ സൂറത്തുൽ ബഖറയുടെ അവസാനം, അത് അവസാനിക്കുന്നത് പ്രത്യേകമായ 2 ആയത്തുകൾ കൊണ്ടാണ്. നമ്മൾ ആമന റസൂലു എന്ന് തുടങ്ങുന്ന ആ വാക്കിലൂടെ അതിനെ എടുത്തു പറയുന്നു, പരിചയപ്പെടുന്നു. പ്രാർത്ഥനകൾ നിറഞ്ഞു നിൽക്കുന്ന വചനങ്ങൾ. ലൻ തഖറഅ ബിഹർഫിൻ മിൻഹുമാ ഇല്ലാ ഉഅ്തിതഹു. ആ വചനങ്ങളിൽ നിന്ന്, ആ അവസാനത്തെ 2 ആയത്തുകളിൽ നിന്ന് നീ, അത് അള്ളാഹുവിൻ്റെ കലാമാണ്, അൽ ബഖറയുടെ അവസാനത്തിലുള്ള പുണ്യവചനങ്ങളാണ് എന്ന ബോധത്തിൽ, അർത്ഥത്തിൽ, നിയ്യത്തിൽ നീ അത് പാരായണം ചെയ്താൽ അതിൻ്റെ ഓരോ അക്ഷരവും, അതിൻ്റെ മഹത്വം, അതിൻ്റെ ഖൈർ, അതിൻ്റെ ബറക്കത്ത്, അതിൻ്റെ പുണ്യം നിനക്ക് ലഭിക്കാതിരിക്കുകയില്ല. അതിൻ്റെ പാരായണം കൊണ്ട് മാത്രം വലിയ ഉന്നതമായ സ്ഥാനമാണ്, ഉന്നതമായ സമ്മാനമാണ് നിനക്ക് ലഭിക്കുന്നത്. ഖുർആനിൻ്റെ തുടക്കത്തിൽ തന്നെ അൽ ബഖറയുടെ ആരംഭം ദാലിക്കൽ കിതാബ്, അത് ഈ പരിശുദ്ധ ഖുർആനിനെ മുഴുവൻ മഹത്വപ്പെടുത്തുന്ന പ്രയോഗമാണ്. ഈ ഗ്രന്ഥം എന്നല്ല, ദാലിക്കൽ കിതാബ്. നമുക്കെല്ലാവർക്കും അറിയാം ആ ഗ്രന്ഥം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയൊന്നും ഒതുങ്ങാത്ത, ഇവിടെയൊന്നും നിൽക്കാത്ത, അത്യുന്നതയിലുള്ള, അതിൻ്റെ മഹത്വം വളരെയേറെയാണ്. അങ്ങനെ അതിനെ മഹത്വപ്പെടുത്തുന്ന പ്രയോഗം, അങ്ങനെയാണ് അത് ആരംഭിക്കുന്നത് തന്നെ. പിന്നെയോ ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, അതിൽ ഒരു സംശയത്തിനും ഇടയില്ല. അത് ഹുദൻ ലിൽ മുത്തഖീൻ, തഖ്വയുള്ളവർക്ക് അതുകൊണ്ട് നേരായ വഴി പ്രാപിക്കാൻ, വിജയം വരിക്കാൻ സാധിക്കും എന്നതിലൊരു സംശയവുമില്ല. പഠിക്കുമ്പോൾ, വിഷയങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സംശയം ഉണ്ടാവില്ല എന്നല്ല പറയുന്നത്. പിന്നെയോ ഹുദൻ ലിൽ മുത്തഖീൻ. അതിനു മുമ്പേ സൂറത്തുൽ ഫാത്തിഹയിൽ തന്നെ നമ്മൾ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് തേടി, ഹിദായത്തിന് വേണ്ടി. ആ ഹിദായത്ത് ആർക്കാണ്? ലിൽ മുത്തഖീൻ എന്നതിൽ യാതൊരു സംശയവുമില്ല. തഖ്വയുണ്ടാവുക, കാര്യങ്ങളെക്കുറിച്ചുള്ള ഗൗരവമായ വിചാരവും ബോധവും ഉണ്ടാവുക, വിഷയങ്ങളെ വിലയിരുത്താനും വേർതിരിച്ചു മനസ്സിലാക്കാനുമുള്ള തൻ്റെ ഇടമുണ്ടാവുക, എന്നിട്ട് നന്മയിൽ, പുണ്യങ്ങളിൽ മാത്രം ഉറച്ചു നിൽക്കുക. അങ്ങനെയുള്ള മുത്തഖികളായ ആളുകൾക്ക്, ധർമ്മനിഷ്ഠയുള്ള ആളുകൾക്ക് നേരായ വഴി പ്രാപിക്കാൻ, എല്ലാ കാര്യങ്ങളിലും എല്ലാ നേരവും നന്മയിൽ മുന്നോട്ട് നീങ്ങാൻ, അങ്ങനെ ജീവിതം ഉന്നതമായ വിജയത്തിൽ, പാരത്രികമായ മോക്ഷത്തിലെത്താൻ സഹായിക്കുന്ന ഈ വിശുദ്ധ ഖുർആൻ, അതിനെക്കുറിച്ചാണ് പറയുന്നതില്ല. അതിലൊരു വചനം
യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. മനുഷ്യരെ, മുഴുവൻ മനുഷ്യരെയും വിളിച്ചുകൊണ്ടുള്ള വിളിയാണ്. നിങ്ങളെ സൃഷ്ടിച്ചവൻ ആരാണോ, നിങ്ങളെ സംരക്ഷിക്കുന്നവൻ ആരാണോ, ജന്മവും ജീവിതത്തിലെല്ലാം നൽകിയിട്ടുള്ളത്, പിറന്നത് മുതൽ ശ്വസിച്ചുകൊണ്ടേയിരിക്കുന്നു, ഹൃദയം മിടിച്ചുകൊണ്ടിരിക്കുന്നു, ശരീരത്തിൽ ആകമാനം രക്തം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, അത് ശുദ്ധി ചെയ്യപ്പെടുന്നു. ഓരോ അടിസ്ഥാനപരമായ വളരെ നിർണായകമായ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ വളരെ കൃത്യമായും സൂക്ഷ്മമായും നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നമ്മൾ പോലും അറിയുന്നില്ല. ശ്വാസം അയക്കുന്നുണ്ട്, ഹൃദയം മിടിക്കുന്നുണ്ട്. അത് ജീവന്റെ ഏറ്റവും അടിസ്ഥാനപരമായ വസ്തുതകൾ. ഇതെല്ലാം നൽകിയിട്ടുള്ള രക്ഷിതാവാരാണ്? ഇതെല്ലാം സംവിധാനിച്ചിട്ടുള്ള സൃഷ്ടാവാരാണ്? അവന് മാത്രം നിങ്ങൾ ആരാധിക്കുക, അവന് മാത്രം നിങ്ങൾ കീഴ്പ്പെടുക, അവൻ്റെ വിധിവിലക്കുകളെ നിങ്ങൾ അനുസരിക്കുക, പാലിക്കുക, അവൻ്റെ ഗ്രന്ഥം നിങ്ങൾ മനസ്സിലാക്കുക, അവൻ്റെ പ്രവാചകരെ നിങ്ങൾ പിൻപറ്റുക. ഇങ്ങനെ നിങ്ങളുടെ സൃഷ്ടാവും രക്ഷകനുമായ രക്ഷിതാവുമായ റബ്ബിനെ, ഖാലിക്കിനെ, അള്ളാഹുവിനെ നിങ്ങൾ വഴിപ്പെടുക, അവനെ മാത്രം ആരാധിക്കുക. ആ വിളി, എല്ലാ മനുഷ്യരോടുമുള്ള ആ വിളി, അടിസ്ഥാനപരമായ ആഹ്വാനം വിശുദ്ധ ഖുർആനിനാണുള്ളത്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ. വലാ തുഫ്സിദു ഫിൽ അർദ്, ഒരു നിലക്കുമുള്ള സ്വഭാവ ദൂഷ്യങ്ങളെ, പെരുമാറ്റത്തിലുള്ള വൈകല്യങ്ങളെ, വികൃതങ്ങളെ ഒന്നിനെയും അനുവദിക്കാത്ത, നിങ്ങൾ നാശമുണ്ടാക്കരുത്, കുഴപ്പങ്ങളുണ്ടാക്കരുത് എന്നുള്ള ഗൗരവമായ താക്കീത് ഈ സൂറത്ത് ഉൾക്കൊള്ളുന്നു. മനുഷ്യനെ ആദരിക്കുന്നതിൻ്റെ ഉന്നതമായ ഉദാഹരണം അതിൽ പഠിപ്പിക്കുകയാണ്. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അബുൽ ബഷർ ആദം അലി ഇസ്ലാമിനെ സൃഷ്ടിച്ചത്, എന്നിട്ട് അല്ലമ ആദം അൽ അസ്മാഅ കുല്ലഹ, ആദ്യത്തെ മനുഷ്യന് തന്നെ അറിവിൻ്റെ പൂർണ്ണമായ എല്ലാ അതിരുകളില്ലാത്ത സാധ്യതകൾ നൽകി. അതിൻ്റെ പരീക്ഷണം നടക്കേണ്ടായി. അതൊക്കെ വിശദമായി പറയേണ്ടതാണ്. അങ്ങനെ ആ അറിവിൻ്റെ മുന്നിൽ അറിയാൻ സാധ്യതകൾ, അറിവിൻ്റെ സാധ്യതകൾ, ഇൽമിൻ്റെ, വിജ്ഞാനത്തിൻ്റെ യോഗ്യതയുള്ള മനുഷ്യൻ്റെ മുന്നിൽ ആദരസൂചകമായി സുജൂദ് ചെയ്യാൻ മലക്കുകളോട് കൽപ്പിച്ചു. അതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായ ചരിത്ര പാഠങ്ങൾ പഠിപ്പിക്കുന്നത് സൂറത്തുൽ ബഖറയിലൂടെയാണ്. അതുപോലെ തന്നെ മനുഷ്യൻ ജീവിതത്തിൽ വൈകല്യങ്ങൾ, പോരായ്മകൾ, തെറ്റുകുറ്റങ്ങളൊക്കെ വന്നു പോകുന്നു. അവിടെ മനുഷ്യൻ സ്വീകരിക്കുന്ന നിലപാടെന്താണ്? പിഴവുകളെ തിരിച്ചറിയുക, തെറ്റുകൾ സമ്മതിക്കുക, കുറ്റബോധത്തോടു കൂടി അത് ഏറ്റുപറയുക, പശ്ചാത്തപിക്കുക, തിരുത്തുക. ഇതാണ് മാന്യമായ മനുഷ്യൻ്റെ നിലപാട് ആവേണ്ടത്. എന്നാൽ അതിന് വിപരീതമായി തെറ്റ് ചെയ്തപ്പോൾ, ധിക്കാരം കാണിച്ചപ്പോൾ, പിശാച് അനുസരണക്കേട് കാണിച്ച് മാറി നിന്നപ്പോൾ അതിൻ്റെയൊക്കെ ചരിത്രം, ഉദാഹരണം സൂറത്തുൽ ബഖറയിൽ പഠിപ്പിക്കുകയാണ്. അബാ വസ്തക്ബറ, ആദിമനുഷ്യൻ ആദമും ഹവ്വയും പറ്റിപ്പോയ ഒരു പിഴവ്, ഒരു അനുസരണക്കേട്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്ന് സങ്കടപ്പെട്ടുകൊണ്ട്, കുറ്റബോധത്തോടുകൂടി ഏറ്റുപറഞ്ഞുകൊണ്ട് പശ്ചാത്തപിച്ച വചനം. എന്നാൽ പിശാച് പറഞ്ഞത് അബാ വസ്തക്ബറ, തീ കൊണ്ട് സൃഷ്ടിച്ച എന്നെ, മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച മനുഷ്യൻ്റെ മുന്നിൽ ഞാൻ സുജൂദ് ചെയ്യുകയോ ധിക്കാരം കാണിക്കുകയാണ്. ആ രണ്ട് വ്യത്യാസങ്ങൾ എടുത്തു കാണിക്കുന്നു. ഏറ്റവും മാന്യമായ, ഏറ്റവും മാതൃകാപരമായ, ഏറ്റവും നന്മയുടെ, നേട്ടത്തിൻ്റെ, ഉന്നതിയുടെ, അംഗീകാരത്തിൻ്റെയും ഒക്കെ സ്വഭാവം എന്താണ് എന്ന് അതിലൂടെ പഠിപ്പിക്കുകയാണ് ആ സംഭവം സൂചിപ്പിച്ചുകൊണ്ട്. അതോടൊപ്പം വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഒരു നിർബന്ധവുമില്ല, ബലമായിട്ട് ആരെയും നിർബന്ധിക്കുന്നില്ല എന്ന് പഠിപ്പിക്കുകയാണ്. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്. ദീനിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്ക് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ഇസ്ലാമാണ് നിങ്ങളുടെ ഈഹാപാര വിജയത്തിൻ്റെ, മോക്ഷത്തിൻ്റെ ഏറ്റവും മാന്യമായ, മാതൃകാപരമായിട്ടുള്ള സന്ദേശം, ജീവിത സന്ദേശം ഇസ്ലാമാണ്. എന്നാൽ അതിലൊരു നിർബന്ധവുമില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, ആരെയും നിർബന്ധിച്ചു ബലമായി ദീനിൽ കൂട്ടാനോ
മുസ്ലിമാക്കാനോ ഒരു നിർദ്ദേശവുമില്ല. ഇന്നമാ അലൈക്കൽ ബലാ, പ്രവാചകരോട് പറഞ്ഞിട്ടുള്ളത് സന്ദേശം എത്തിച്ചു കൊടുക്കുക, അതാണ് താങ്കളുടെ ബാധ്യത. ഇങ്ങനെ ഒരുപാട് ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് സൂറത്തുൽ ബഖറ. അതോടൊപ്പം ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ ലഹാ മാ കസബത് വഅലൈഹാ മക്തസബത്. ഒരു മനുഷ്യനും ഇസ്ലാം വിശ്വാസത്തിൻ്റെയോ അനുഷ്ഠാനത്തിൻ്റെയോ മറ്റ് സ്വഭാവ സംസ്കാരങ്ങളുടെയോ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ സാധ്യമായതല്ലാതെ യാതൊന്നും മനുഷ്യനോട് നിർദ്ദേശിക്കുന്നില്ല എന്ന് തുറന്നു പറയുകയാണ്. അതോടൊപ്പം യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ. നിങ്ങൾക്ക് എളുപ്പം, പ്രായോഗികമായ എളുപ്പമുള്ളത് മാത്രമേ നിർദ്ദേശിച്ചിട്ടുള്ളൂ. അതിനേക്കാൾ വലുതായ, അതിനേക്കാൾ കഠിനമായ എന്തെല്ലാം കൽപ്പിക്കാം. പക്ഷേ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ എല്ലാം പ്രായോഗികവും ജീവിതത്തിൽ സാധ്യമായതും ലളിതമായതും മാത്രമാണ്. ഇങ്ങനെ ഒരുപാട് സന്ദേശങ്ങളാണ് സൂറത്തുൽ ബഖറ അടങ്ങിയിട്ടുള്ളത്. കുടുംബജീവിതത്തിൻ്റെ, ദാമ്പത്യ ജീവിതത്തിൻ്റെ ഒക്കെ വിഷയങ്ങളിൽ ഒരുപാട് ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകുകയാണ്. സാമ്പത്തിക രംഗത്ത് ഇടപാടുകളുടെ കാര്യത്തിൽ ഖുർആനിലെ ഏറ്റവും വലിയ വചനം, ഏറ്റവും വലിയ ആയത്ത് സൂറത്തുൽ ബഖറയിലെ ആയത്തുദ്ദൈൻ, കടമിടപാടുകൾ. സാമ്പത്തിക ഇടപാടുകൾ കൂടാതെ വയ്യ മനുഷ്യന്. എന്നാൽ എല്ലാം എപ്പോഴും സ്വന്തം പൂർത്തിയാക്കാൻ സാധിക്കാത്തവന് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നു. കടം വാങ്ങുന്ന, ഇടപാടുകൾ ചെയ്യുന്ന, അതിൻ്റെ മാന്യമായ, വളരെ സത്യസന്ധവും മാന്യവുമായ, സുരക്ഷിതവുമായ രീതിയിൽ ഒരിക്കലും യാതൊരു പരസ്പരമുള്ള വിദ്വേഷമോ പിശകോ തെറ്റിദ്ധാരണകളോ അതിൻ്റെ പേരിലുള്ള എന്തെങ്കിലും അപകടങ്ങളോ അക്രമങ്ങളോ ഒന്നും ഉണ്ടാവാത്ത രീതിയിൽ കൃത്യമായ ഇടപാടുകളുടെ രീതി എങ്ങനെയാണ് എന്ന് നീതിപൂർവമായ സത്യസന്ധമായ നിലപാട് വ്യക്തമാക്കുന്ന ആയത്തുദ്ദീൻ സൂറത്തുൽ ബഖറയിലാണുള്ളത്. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ, സ്വഭാവങ്ങളെക്കുറിച്ച്, മറ്റ് ജീവിതത്തിൽ മനുഷ്യൻ എന്തെല്ലാം മേഖലകളിലെ എന്തെല്ലാം കാര്യങ്ങളെ നേരിടുന്നുവോ അവിടെയൊക്കെ അതിനെയൊക്കെ പരിഹാരമായി പ്രാമാണികമായ മൂലപ്രമാണങ്ങളായിട്ടുള്ള തത്വസംഹിതകൾ അടങ്ങിയിട്ടുള്ളതാണ് വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ അധ്യായമായ ഏറ്റവും വലിയ സൂറത്തുൽ ബഖറ. ആ സൂറത്ത് പഠിക്കണം, അത് പാരായണം ചെയ്യുകയും അത് പഠിക്കുകയും അതിൻ്റെ ആശയങ്ങളെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണം. റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാ الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الصلاة والسلام على رسوله الأمين والعاقبة للمتقين. عباد الله أوصيكم ثانيا وإياي بتقوى الله. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി ധർമ്മനിഷ്ഠയുള്ള, തഖ്വയുള്ള യഥാർത്ഥ വിശ്വാസികളായി, മാതൃകയുള്ള മുസ്ലിങ്ങളായി തീരണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. വിശുദ്ധ ഖുർആനിലെ മറ്റൊരു വചനം, واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون. സൂറത്തുൽ ബഖറയിലെ 281 വചനം. ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം, കരുതിയിരിക്കണം. എന്താണ്? തുർജഊന ഫീഹി ഇലല്ലാഹ്. ആ ദിവസത്തിൽ നിങ്ങളെല്ലാവരും അള്ളാഹുലേക്ക് മടക്കപ്പെടും. മരണം തീർച്ചയായും സംഭവിക്കും. മരണാനന്തരം സൃഷ്ടാവായ നാഥനിലേക്ക് എല്ലാവരും മടങ്ങി ചെല്ലേണ്ടി വരും. ആ ദിവസത്തെ നിങ്ങൾ ഓർക്കുക. സുമ്മ തുവഫ കുല്ലു നഫ്സിൻ മാ കസബത്. ഓരോ മനുഷ്യനും, ഓരോ വ്യക്തിക്കും എന്താണോ ജീവിതകാലത്ത് മരണത്തിന് മുമ്പ് ചെയ്തത്, ചെയ്യാതിരുന്നത്, അതിൻ്റെ എല്ലാം ഫലം വളരെ കൃത്യമായ അള്ളാഹുവിൻ്റെ നീതിയുടെ കോടതിയിൽ വിചാരണയ്ക്ക് ശേഷം ഓരോരുത്തരും തൻ്റെ കർമ്മഫലങ്ങളെ ഏറ്റെടുക്കുകയും സമ്മതിക്കുകയും ചെയ്തതിന് ശേഷം അത് വിധിക്കുകയും അത് നൽകുകയും ചെയ്യുന്ന ദിവസമാണ്. ഓരോ വ്യക്തിക്കും, ഓരോ മനുഷ്യനും, ചെറിയവരും വലിയവരും ആണും പെണ്ണും എല്ലാവരും വ്യത്യാസമില്ലാതെ നീതിപൂർവമായ തൻ്റെ ജീവിതത്തിൻ്റെ കർമ്മഫലം വാങ്ങേണ്ടുന്ന ദിവസമാണത്. അവിടെ വഹും ലാ യുളലമൂൻ. ഒരിക്കലും അവിടെ അക്രമം, അനീതി ഒരിക്കലും ഉണ്ടാവുകയില്ല. കൃത്യമായ സൂക്ഷ്മമായ നീതിപൂർവമായ വിചാരണയും വിധിയുമാണ് ആ ദിവസം. വിശുദ്ധ ഖുർആനിൽ ഈ ദിവസത്തെക്കുറിച്ചുള്ള പരാമർശം, അതാണ് ഖുർആനിലെ ഏറ്റവും അവസാനത്തെ വചനം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു. ഹറമിൽ ഹജ്ജിൻ്റെ അവസരത്തിലാണ് ആ വചനം അവതരിച്ചിട്ടുള്ളത്.
പരലോകത്തെ അള്ളാഹുവിൻ്റെ മുന്നിൽ ചെന്നു നിൽക്കുന്ന നീതിയുടെ കോടതി, ആ വിചാരണ, അവിടുത്തെ വിധി, നിർണായകമായ അന്തിമമായ ആ തീരുമാനത്തെക്കുറിച്ചുള്ള ഉണർത്തലാണ്, ഗൗരവമായ സൂചനയാണ് ഈ വചനത്തിലൂടെ സൂറത്തുൽ ബഖറയിൽ നൽകുന്നത്. അതുപോലെ തന്നെ വളരെ വളരെ പുണ്യങ്ങൾ നിറയുന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ വാരിക്കോരി എടുക്കാൻ കൈകൾ നീട്ടി പ്രാർത്ഥിക്കേണ്ടെന്ന റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. ഞങ്ങളുടെ രക്ഷിതാവേ, ചോദിക്കാതെ അറിയാതെ പറയാതെ എല്ലാം നീ ഞങ്ങൾക്ക് നൽകുകയുണ്ടായി. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നല്ലത് മാത്രം നീ നൽകണമേ. വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആ നരകശിക്ഷയെ അതിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണമേ. എത്ര ആവർത്തിച്ചു പ്രാർത്ഥിച്ചാലും തീരാത്ത മതിയാവാത്ത ആ പ്രാർത്ഥന സൂറത്തുൽ ബഖറയിലാണുള്ളത്. ഒരുപാട് വചനങ്ങൾ പ്രാർത്ഥനാ നിരതമായി അള്ളാഹുവിൻ്റെ മുന്നിൽ കൽബ് തുറന്ന് കൈകൾ നീട്ടി പ്രാർത്ഥന നിരതമാവുക. വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅനി. സൂറത്തുൽ ബഖറയിൽ നോമ്പിൻ്റെ വിധിവിലക്കുകൾ പറയുന്ന കൂട്ടത്തിൽ അതിൻ്റെ ഇടയിലൊരു വചനം ഇതാണ്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅനി. എന്നെക്കുറിച്ച് എൻ്റെ അടിയാറുകൾ, മനുഷ്യരാരെങ്കിലും എന്നെക്കുറിച്ച് ചോദിച്ചാൽ പറയുക എന്താണ്? പലപ്പോഴും പല ചോദ്യങ്ങൾക്കും ഉത്തരമായി പ്രവാചകരെ താങ്കൾ പറയുക കുൽ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു വിവരിക്കുന്നു. ഇവിടെ പറയാൻ പ്രവാചകരെ പോലും ഇടയിൽ നിർത്താതെ അള്ളാഹു ഏറ്റുപറയുകയാണ്, ഉടനെ പ്രസ്താവിക്കുകയാണ്. ഫഇന്നി ഖരീബ്. ആരുണ്ട് എന്നെ തേടുന്നവർ, എന്നെ അറിയാൻ കൊതിക്കുന്നവർ, എന്നെ അന്വേഷിക്കുന്നവർ, എന്നോട് ചോദിക്കുന്നവർ, ഞാനിതാ അടുത്തു തന്നെയുണ്ട്. ഉജീബ് ദഅവത ദാഇ. പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും. ഇദാ ദഅനി. എന്നെയാണ്, എന്നോടാണ് നിങ്ങൾ തേടുന്നത് എങ്കിൽ, എന്നോടാണോ പ്രാർത്ഥിക്കുന്നത് എങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പ്രാർത്ഥനകൾ കേൾക്കാൻ, അതിന് പരിഹാരം നൽകാനായി ഒരേ ഒരു ഇലാഹു മാത്രമേ ഉള്ളൂ, അത് അള്ളാഹുവാണ്. ആ അള്ളാഹുവാണ്. ഇതാ ഇന്നല്ലാഹ യബ്സുതു യദൈഹി എന്ന് തുടങ്ങിക്കൊണ്ടുള്ള ദീർഘമായ ഹദീസ്. രാത്രിയിലും പകൽ നേരത്തും അള്ളാഹു കൈകൾ നീട്ടി കാത്തിരിക്കുകയാണ്. എന്താണ്? ലിയതൂബു മുസീഅൻ നഹാർ വമുസീഅൽ ലൈൽ. തെറ്റുകൾ പറ്റിപ്പോയ, പിഴവുകൾ പറ്റിപ്പോയ മനുഷ്യൻ ഒരു നേരം എപ്പോഴെങ്കിലും ഒരു മനസ്താപമുണ്ടായിട്ട്, കുറ്റബോധം തോന്നിയിട്ട് എന്നോട് തേടും. അതിനു വേണ്ടി അള്ളാഹു കൈകൾ നീട്ടി കാത്തിരിക്കുന്നു എന്ന് നമ്മളെക്കാൾ നമ്മളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ പ്രതീക്ഷയാണ്. ഇപ്പോഴല്ല, ഇന്നല്ല, നാളെ അവൻ വരും. പിന്നീട് ഒരിക്കൽ അവനിൽ തിരിച്ചു വരും, എന്നോട് തേടും. രാത്രിയിൽ ചെയ്ത പാപങ്ങൾക്ക് ഖേദിച്ചു മടങ്ങുന്ന പകൽ നേരത്ത് കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നവൻ, പകലിൻ്റെ ബഹളത്തിൽ ചെയ്തു കൂട്ടിയ തോന്നിവാസങ്ങൾ, അതിൻ്റെ പേരിൽ ഖേദിച്ചു രാത്രിയുടെ ഇരുട്ടിൽ മറവിൽ അവസാന നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുന്നവൻ. ഇങ്ങനെ അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകളെ, നമ്മുടെ തൗബയെ, നമ്മുടെ പശ്ചാത്താപത്തെ കാത്ത് കൈകൾ നീട്ടി കാത്തിരിക്കുകയാണ്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅനി. സൂറത്തുൽ ബഖറയിലെ വളരെ വളരെ ശക്തമായ, വളരെ പ്രാമാണികമായി പഠിപ്പിക്കുന്ന ഒരുപാട് വചനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു സ്വയം പറയുകയാണ്, ഞാനിതാ അടുത്തുണ്ട്, ഏറ്റവും അടുത്തുണ്ട്, എന്നോട് പ്രാർത്ഥിക്കൂ എന്ന്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, പാപങ്ങൾ പൊറുക്കപ്പെടാൻ പശ്ചാത്തപിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് നേടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഈ പുണ്യമാസത്തിൻ്റെ രാവ് പകലുകൾ മുഴുവൻ പ്രാർത്ഥനാ നിരതമായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകളും, കുറ്റങ്ങളും, കുറവുകളും, പിഴവുകളും എല്ലാം പുറത്തു മാപ്പാക്കി തീരുമാനാവട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, വേണ്ടപ്പെട്ടവർ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുകയും അവർക്കെല്ലാം പുറത്തു കൊടുക്കുകയും അവൻ്റെ വിശാലമായ സ്വർഗത്തിൽ അവരെയും നമ്മയും എല്ലാം ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാവട്ടെ. اللهم اجعلنا بك مؤمنين ولك عابدين وللقرآن تالين وفي سورة المتأملين وفي رمضان من الفائزين وبوالدينا بارين وارحمهم كما ربونا صغارا يا أرحم الراحمين. اللهم احفظ دولة الإمارات بحفظك واعمرها بفيض نعمك وزدها من واسع فضلك وادم رخاءها وازدهارها يا رب العالمين. اللهم احفظ الشيخ محمد بن زايد رئيس الدولة بحفظك واشمله برعايتك واجعل عمله في طاعتك يا رب العالمين. ووفقه ونوابه وإخوانه حكام الإمارات وولي عهده الأمين لما تحبه وترضى. اللهم ارحم شيوخ الإمارات القادة المؤسسين الذين انتقلوا إلى رحمتك
وادخلهم بفضلك فسيح جناتك يا رب العالمين، واشمل شهداء الوطن برحمتك وغفرانك. اللهم ارحم المسلمين والمسلمات، المؤمنين والمؤمنات، الأحياء منهم والأموات، إنك مجيب الدعوات يا قاضي الحاجات. اللهم اسقنا الغيث ولا تجعلنا من القانتين. اللهم اغثنا، اللهم اغثنا، اللهم اغثنا يا رب العالمين. عباد الله، اذكروا الله العظيم الجليل يذكركم، واشكروه على نعمه يزدكم، وأقم الصلاة.